ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് സെൽഫായിട്ട് വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ സെർവർ ഹോസ്റ്റ് ചെയ്ത് എങ്ങനെ നമുക്ക് ലീഗലായിട്ട് ഹാക്കിംഗ് പ്രാക്ടീസ് ചെയ്യാം. സോ അതാണ് ഞാൻ ഓൾറെഡി മെറ്റാസ്പോൾട്ട് 2 മെഷീൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതൊന്ന് എല്ലാവരും ഒന്ന് പോയി വാച്ച് ചെയ്യുക. കാരണം ഒരു സെയിം നെറ്റ്വർക്കിലുള്ള ഒരു കമ്പ്യൂട്ടർ നമുക്ക് എങ്ങനെ ഹാക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളത് മെറ്റാസ്പോൾട്ട് മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിനകത്തൊരു FTP സെർവറൊക്കെ ഹാക്ക് ചെയ്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയാണ് പലരും കമന്റ് ഇടുന്ന അല്ലെങ്കിൽ പേഴ്സണലായിട്ടൊന്ന് മെസ്സേജ് ചോദിക്കുന്നുണ്ട്, ബ്രോ എങ്ങനെയാണ് ഈ സെൽഫായിട്ട് വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തിട്ട് ഹാക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ നമ്മുടെ ഇപ്പോൾ വേർഡ് പ്രസ് ഹാക്കിംഗ് ആണെങ്കിലും കുറേ വൾണറബിലിറ്റി ടെസ്റ്റ് ചെയ്യാനാണല്ലോ. ഓക്കെ, അതുപോലെ വിൻഡോസ് സെർവർ ഹാക്ക് ചെയ്തൊക്കെയാണ് നമ്മൾ സെൽഫായിട്ട് ഹോസ്റ്റ് ചെയ്ത വെബ്സൈറ്റ് ആണ്. സോ അതിനുള്ള മെത്തേഡും കാര്യങ്ങളാണ്. അപ്പോൾ 2 ദിവസം ഞാൻ ടെർമിക്സ്, അതായത് ആൻഡ്രോയിഡ് യൂസേഴ്സിന് പറ്റിയ ഒരു വീഡിയോ ആണ് ഇട്ടത്. സോ അവർക്കും ഇതൊന്ന് ഹെൽപ്ഫുൾ ആവും, അവർക്കിത് യൂസ് ചെയ്യാം. അത് കാളി ആൻഡ്രോയിഡ് ടെർമിക്സിൻ്റെ ഉള്ളിൽ റൺ ചെയ്തിട്ട് അവർക്കും ഈ പറയുന്ന മെത്തേഡ് ഫോളോ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് വെബ്സൈറ്റും കാര്യങ്ങളും ഉണ്ട്. സോ നമ്മൾ ആദ്യമായിട്ട് ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ഇത് മാത്രമല്ല, പിന്നെ ജൂസി സോപ്പ്, അങ്ങനെ കുറേ വെബ്സൈറ്റും, അതായത് പക്ക സൈബർ സെക്യൂരിറ്റി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഇൻട്രൊഡക്ഷൻ ചെയ്തു തരാം. സോ ആദ്യത്തെ വെബ്സൈറ്റ് എന്ന് പറയുമ്പം ട്രൈ ഹാക്ക് മീ എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ്. സോ ഞാൻ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ കാണിച്ചു ട്രൈ ഹാക്ക് മീ. ഓക്കെ, ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് സൈബർ സെക്യൂരിറ്റി, അതായത് നമുക്ക് ഹാൻഡ് ഓൺ പ്രാക്ടീസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഞാൻ വീഡിയോ പഠിപ്പിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്താണ്, സോ അതൊരു പ്രാക്ടീസ് ആവില്ലത്തില്ല, നിങ്ങൾക്ക് അതൊരു തിയറി മനസ്സിലാവത്തുള്ളൂ. ഇത്രയും നാളെ ഞാൻ ഇൻട്രൊഡക്ഷൻ ചെയ്യാണ്ടിരുന്നത് കുറച്ച് നിങ്ങൾ ഹാക്കിങ്ങും അതിനകത്തുള്ള കോൺസെപ്റ്റും കാര്യങ്ങളും വെബിന്റെ ഫണ്ടമെന്റൽസും കാര്യം നിങ്ങളൊന്ന് പ്രാക്ടിക്കലായിട്ട് വരട്ടെ, നിങ്ങൾക്ക് ഫെമിലിയർ ആയി വരട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ്. സോ ദിസ് ഇസ് ദ റൈറ്റ് ടൈം. ഓക്കെ, അപ്പം ഇതാണ് കുറച്ചും കൂടെ. അപ്പം ഇതിൽ നമ്മൾ എങ്ങനെയാണ് സെർവർ സ്കാൻ ചെയ്യുന്നതും അതുപോലെ വൾണറബിലിറ്റി എക്സ്പ്ലോർ ചെയ്യുന്നതും ഇവിടെ പക്കാ നമ്മൾ എത്തിക്കൽ ഹാക്കിംഗ്, അതായത് ഒരു റിയൽ വേൾഡ് വെബ്സൈറ്റും സെർവറും എങ്ങനെയാണോ റൺ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് ഇവിടെയും പ്രവർത്തിക്കുന്നത്. ഇവിടെ നമുക്ക് റൂം കിട്ടും, ആ റൂമിൽ കയറിയിട്ട് നമുക്ക് ആക്സസ് ചെയ്തിട്ട് നമുക്ക് ഹാക്കിങ് കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പഠിക്കും. അത് നമുക്ക് എങ്ങനെയാണ് റിയൽ പ്രാക്ടിക്കൽ എങ്ങനെയാണ് നെറ്റ്വർക്കിംഗ് ഫണ്ടമെന്റൽസ് എല്ലാം നമുക്ക് അറിയാൻ പറ്റും. ഇതിനകത്ത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ സർട്ടിഫിക്കറ്റ് ഏകദേശം കോസ്റ്റും കാര്യങ്ങളുണ്ട്. ചില സർട്ടിഫിക്കറ്റ് 1-2 സർട്ടിഫിക്കറ്റ് മാത്രമാണ് ഫ്രീ ആയിട്ടുള്ളൂ. സോ വാല്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ് ആവും സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ. ചില സർട്ടിഫിക്കറ്റ്സ് ഒക്കെ പെയ്ഡ് ആണ്. സോ നമ്മുടെ കോഴ്സിലാണ്, നമ്മുടെ ഈ വീഡിയോ എൻഡ് ചെയ്യുമ്പോൾ ഒക്കെ നമ്മളൊരു സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ക CHന്റെ അതിനുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നമ്മളും ഇതിന്റെ ലാസ്റ്റ് ഒരു സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്ത് നിങ്ങൾക്ക് അത് വെച്ച് കമ്പനിയിലാണെങ്കിലും ജോലി ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഇനി തൊട്ട് അറ്റാക്കും ഹോസ്റ്റ് ചെയ്ത് പ്രാക്ടിക്കലൊക്കെ നടത്താൻ പോകുന്ന ഈ ഒരു വെബ്സൈറ്റിൽ കൂടെ തന്നെയാണ് ട്രൈ ഹാക്ക് മീ അല്ലെങ്കിൽ ഹാക്ക് ദ ബോക്സ്, ഇങ്ങനെ കുറെ മൾട്ടിപ്പിൾ വെബ്സൈറ്റ് ഉണ്ട്. സോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ട്രൈ ഹാക്ക് മീ ആണ് ഒന്ന്, പിന്നെ രണ്ടാമത് ഹാക്ക് ദ ബോക്സ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളും സ്വന്തം ടെർമിനൽ യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്വന്തം ലാപ്ടോപ്പ് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ അറ്റാക്ക് ചെയ്ത് പഠിക്കാം എന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇൻ കേസ്, അതായത് വേറൊരു കാര്യം ഞാൻ പറയാൻ വേണ്ടി വന്നത്, ഇത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും ഈ സൈറ്റുള്ളത്. കാരണം ഞാൻ പഠിപ്പിക്കുന്ന വീഡിയോസ് നിങ്ങൾ കണ്ട് ഞാൻ ആ റൂമിന്റെ കാര്യങ്ങളൊക്കെ ലിങ്ക് ഞാൻ കൊടുക്കാം. ആ ലിങ്ക് കൊടുത്തിട്ട് നിങ്ങൾ ഡയറക്റ്റ് ഇതിലേക്ക് വന്നിട്ട് ആ റൂം ആക്സസ് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഞാൻ വീഡിയോ കണ്ടായാലും പ്രാക്ടീസ് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആവും. കാരണം നിങ്ങൾ പെയ്ഡായിട്ട് ചെയ്യുന്ന കോഴ്സ് നമുക്കിവിടെ ഫ്രീ ആയിട്ട്, സോ ഞാൻ ഗൈഡ് ചെയ്ത് തരും. നിങ്ങൾ ഇവിടെ വന്നിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കും. ഓക്കെ, എനിക്ക് വേണ്ട നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും മാത്രം. സോ കംപ്ലീറ്റ്ലി ഒരു 3-2 ലക്ഷം രൂപേന്റെ സർട്ടിഫിക്കറ്റിലേക്ക് വന്ന കോഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇവിടെ അത്രയും പ്രൊവൈഡ് ചെയ്ത് കിട്ടുന്നുണ്ട്. സോ നിങ്ങൾക്ക് ലാസ്റ്റ് എക്സാം എഴുതാൻ വേണ്ടി മാത്രം ഒരു ചെറിയൊരു എമൗണ്ട്, ഓക്കെ, അതൊന്ന് മാറ്റി വെച്ചാൽ മാത്രം മതി. അല്ലാണ്ട് നിങ്ങളൊരു 3-4 ലക്ഷം രൂപ ചിലവാക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഇവിടെ. അതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇവിടെ തന്നെ ഒന്ന് ട്രൈ ചെയ്യാനും പറ്റും. ഓക്കെ, ഇവിടെ ഒന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ടും അതുപോലെ പ്രാക്ടീസ് ചെയ്യാനും പറ്റും. ഇപ്പം നമ്മൾ ഇനിയിപ്പം നെറ്റ്വർക്കിലെ കുറച്ചൊരു ബേസ് കവർ ചെയ്തു, പക്ഷെ നെറ്റ്വർക്കിംഗ് ഇനിയും കിടപ്പുണ്ട്. സോ നെറ്റ്വർക്കിംഗ് പഠിപ്പിക്കുമ്പോൾ കുറെ കൂടെ നിങ്ങൾക്ക് ബോറാകും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നെറ്റ്വർക്കും കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോവാം. ഓക്കെ, ഇപ്പം നമുക്ക് ഇതെങ്ങനെ ഹോസ്റ്റ് ചെയ്യാം, ഇത് കൂടെ എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ, ഇതാണ് ട്രൈ ഹാക്ക് മീ എന്ന് പറയുമ്പോൾ അതിന്റെ ഇൻട്രൊഡക്ഷനും പേജും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഒന്ന് പുതിയതായിട്ട് അക്കൗണ്ട് ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുക. സോ ബിഗിനേഴ്സിന് ഇതൊരു പുതിയതായിരിക്കും. സോ ഇതിൽ പ്രാക്ടീസ് ചെയ്യുന്നവരും ഇഷ്ടംപോലെ പേരുണ്ടാവും. നമ്മുടെ ഫാമിലി തന്നെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും. സോ അറിയുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുക. ഇതിപ്പോൾ അറിയാത്ത ബിഗിനേഴ്സിനെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. സോ എനിക്ക് ഓൾറെഡി അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ പാസ്വേഡും കാര്യങ്ങളും എനിക്ക് ഓൾറെഡി എല്ലാം ഉണ്ട് ഇവിടെ. സോ അതുകൊണ്ട് ഞാൻ ഇവിടെ ലോഗിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, നിങ്ങൾ സൈനപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു പാത്തൊക്കെ, അതായത് കോഴ്സിന്റെ പാത്ത് സെലക്ട് ചെയ്യാൻ വേണ്ടി വരും. സോ അതിനകത്തൊരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കോഴ്സും പാത്തൊക്കെ ഉണ്ടാവും. സോ നിങ്ങൾ ആ പാത്തും
ആ കോഴ്സ് ഒന്ന് സെലക്ട് ചെയ്യാൻ നോക്കുക. അതിൽ അറ്റാക്കും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതല്ലാണ്ട് നിങ്ങൾക്ക് വീഡിയോസ് കണ്ടിട്ട് നേരെ റൂം ഒന്ന് സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് അറ്റാക്കും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാൻ പറ്റും. സോ അതിനോട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. സോ ഇവിടെ ലോഗിൻ ആയിട്ടുണ്ട്. സോ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നെറ്റ്വർക്ക് സ്ലോ ആണ്, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വേറെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ ഹാക്ക് ദ ബോക്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമും കൂടെ ഉണ്ട്. അവിടെയും ഇതുപോലെ തന്നെയാണ്. ബട്ട് കുറച്ചുകൂടെ ബിഗിനർ ഫ്രണ്ട്ലി. എനിക്ക് എൻ്റെ ഒരു കോൺസെപ്റ്റിൽ ട്രൈ ഹാക്ക് മെയിൻ ആണ്. നിങ്ങൾക്ക് ഹാക്ക് ദ ബോക്സും വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. സോ ഇതെൻ്റെ ഒരു പുതിയ അക്കൗണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. സോ ഞാൻ ഇവിടെ എൻ്റെ ഒരു പാത്ത് ജൂനിയർ പെൻടെസ്റ്റർ എന്ന് ഒരു പാത്ത് ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. സോ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പം അടുത്ത പ്രിൻസിപ്പിൾസ് ഓഫ് സെക്യൂരിറ്റി പഠിക്കണമെങ്കിൽ എനിക്കിനി ഇവിടെ പൈസ കൊടുക്കണം. ഓക്കെ, സോ നമ്മൾ ഇവിടെ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ നേരെ ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ ഓക്കെ, ഇവിടെ ലേൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ലേണിൽ ഇവിടെ നമുക്ക് ഓക്കെ ചാലഞ്ചസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. സോ ചാലഞ്ചസ് ക്ലിക്ക് ചെയ്യുമ്പം ഓക്കെ നമുക്കിവിടെ മൾട്ടിപ്പിൾ ചാലഞ്ചസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, റെക്കമെൻഡ് ഫോർ യു. ഓക്കെ, നമുക്കിവിടെ കാണാം ഹാർഡ് ലെവൽ ഉണ്ട്, ഓക്കെ മീഡിയം ഉണ്ട്, അതുപോലെ തന്നെ ഈസി ലെവലും ഓക്കെ ഈസി അങ്ങനത്തെ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെയാണ് ബ്ലോഗ്. ഓക്കെ, നമ്മൾ ഹാക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത ബ്ലോഗ്. ഇതാണ് നമ്മൾ ഓക്കെ ബില്ലി ജോയൽ മേയുടെ വേർഡ്പ്രസ് ബ്ലോഗ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മൾ ഓർക്കുന്നത് ഫസ്റ്റ് നമ്മുടെ ഏകദേശം ഫസ്റ്റ് ഒരു 3rd എപ്പിസോഡിലൊക്കെ മെറ്റസ്പോൾട്ടോ യൂസ് ചെയ്ത് നമ്മൾ ഈ ഒരു ബ്ലോഗ്, അതായത് വേർഡ്പ്രസിന്റെ സെർവറാണ് ഹാക്ക് ചെയ്യുന്നത്. നമ്മൾ വേർഡ്പ്രസ് എന്താണ്, അതിങ്ങനെ CMS വർക്ക് ചെയ്യുന്നു, കണ്ടന്റ് മാനേജിംഗ് സിസ്റ്റം. സോ അതങ്ങനെ ഫുള്ള് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ ഹാക്ക് ചെയ്തെന്നൊക്കെ. അപ്പം ഞാൻ ഉപയോഗിച്ചത് ഈ ഒരു ഇതാണ്. സോ ഇവിടെ നമുക്ക് കാണാം ബില്ലി ജോൽ മേഡ് എ ബ്ലോഗ് ഓൺ ദിസ് ഹോം കമ്പ്യൂട്ടർ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ ഇറ്റ് ഗോയിങ് ടു ബി സോ ഓസം. Enumerate this box and find 2 flags that are hiding on it. Billy has some weird things going to on his laptop. Okay, നമുക്കിവിടെ ചാലഞ്ച്, അതായത് ഇതിന്റെ റൂട്ട് ആക്സസിലേക്ക് കയറി, ഇതിന്റെ റൂട്ടും കാര്യങ്ങളിലേക്കും കയറിയിട്ട് ഓക്കെ root.txt എന്താണ്, user.txt എന്താണ്, പിന്നെ കുറെ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഇതൊന്നും അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. ബട്ട് നമുക്ക് പ്രാക്ടീസ്, നമുക്ക് യൂസർ പ്രിവിലേജസ് എങ്ങനെ നമുക്ക് ഇങ്ങനെ മെഷീൻ്റെ അകത്ത് ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഇവിടെ അതായത് റിയൽ ഒരു അതായത് വേർഡ്പ്രസിന്റെ വെബ്സൈറ്റ് നമ്മൾ റിയൽ ആയിട്ട് ഹാക്ക് ചെയ്യുന്ന പോലെ ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഇൻസ്റ്റാളേഷൻ കാര്യം നമുക്ക് 2 മെത്തേഡ് യൂസ് ചെയ്യാം. ഒന്ന് അതായത് നമുക്കിവിടെ കാണാം ഇവിടെ സ്റ്റാർട്ട് അറ്റാക്ക് ബോക്സ് ഉണ്ട്. സോ നമുക്കിവിടെ 2 യൂസ് വെബ് ബേസ്ഡ് കാളി മെഷീൻ. അതായത് ഇപ്പോൾ വെബ് ബേസ്ഡ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ തന്നെ കാളി മെഷീനും കാര്യങ്ങൾ റൺ ചെയ്യാം. പക്ഷേ അത് മോസ്റ്റ്ലി ഭയങ്കര ലാഗും കാര്യങ്ങളായിരിക്കും വരുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്യാനാണെങ്കിൽ നല്ല നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ വേണം. സോ നല്ല ലാഗും കാര്യം മെഷീനാണ് ലോഡ് ചെയ്ത് നല്ല ലാഗും കാര്യങ്ങളുണ്ടാവും. സോ നിങ്ങളിവിടെ യൂസ് അറ്റാക്ക് ബോക്സ് റെക്കമെൻഡ് എടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ കാണാം ഓക്കെ അതിനു മുമ്പ് നമ്മൾ അതായത് നമ്മുടെ മെഷീനുമായിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, നമ്മുടെ ടെർമിനലുമായിട്ട് നമുക്കിത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കണക്ട് ചെയ്യണം. ഓക്കെ, അതിന് നമ്മുടെ പ്രൊഫൈൽ ഇവിടെയായിട്ട് നമ്മുടെ പ്രൊഫൈൽ കാണാം. സോ പ്രൊഫൈലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ വ്യൂ പ്രൊഫൈൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എനിക്ക് മാറിപ്പോയി. ഓക്കെ, ഇവിടെ പ്രൊഫൈലിലേക്കുള്ള ആക്സസ്. ഓക്കെ, ഇവിടെ ആക്സസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ നമുക്കിവിടെ കാണാം ആക്സസ് വിയ ഓപ്പൺ VPN, അതായത് ഒരു VPN കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്താണ് വിർച്വൽ മെഷീൻ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള VPN സെർവർ ഇപ്പം ഞാൻ ഇവിടെ സെലക്ട് ചെയ്തേക്കുന്നത് ഇന്ത്യ. അപ്പോൾ നിങ്ങൾ മാക്സിമം നിയറസ്റ്റ് ആയിട്ടുള്ള സെർവർ ഇന്ത്യ സെലക്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാം ഡൗൺലോഡ് കോൺഫിഗറേഷൻ ഫയൽ. ഓക്കെ, ജസ്റ്റ് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. സോ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ആണ്. ഓക്കെ, നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന ഫയൽ നിങ്ങളുടെ എന്താണ് ഏത് ഡയറക്ടറിലേക്കാണോ ആ ഡയറക്ടറിലേക്ക് വരും. ഓക്കെ, ഇപ്പം ഞാൻ ടെർമിനൽ ഓപ്പൺ ചെയ്യാം. സോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ എൻ്റെ ഡൗൺലോഡ്സിലേക്കാണ് പോകുന്നത്. ഓക്കെ, LS. ഓക്കെ, ഇവിടെ കാണാം ഷാരോൺ അനിൽ .555.OVPN. ഓക്കെ, ഇങ്ങനെ കാണാം. അതായത് നമ്മൾ ഇവിടെ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. പ്രൊഫൈൽ ഐക്കണിലേക്ക് പോവുക. ജസ്റ്റ് ഞാൻ ഓക്കെ നമ്മൾ നമ്മുടെ പ്രൊഫൈൽ ഐക്കണിലേക്ക് പോവുക. ഇവിടെ ആക്സസ് എന്ന് പറയുന്ന ഒരു ഇവിടെ ആക്സസ് ഉണ്ടാവും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. സോ ആക്സസിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്ക് പോകും. ഓക്കെ, അവിടെ പോയിട്ട് നമ്മുടെ മെഷീൻസിന്റെ ഇവിടെ നമുക്ക് വേണ്ട VPN സെർവറാണ്. നമ്മുടെ അടുത്തുള്ള VPN സെർവർ ഇന്ത്യ. ജസ്റ്റ് ഇന്ത്യ സെലക്ട് ചെയ്യുക. ഇവിടെ ഡൗൺലോഡ് ദ കോൺഫിഗറേഷൻ ഫയൽ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക.
ഓക്കെ, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ടെർമിനലിലേക്ക് പോവാം. ഏത് ഡയറക്ടറിയിലേക്കാണോ പോയത്, ഓക്കെ ഇവിടെ എൻ്റെ ഫയൽ ഇങ്ങനെ ഇവിടെയാണ് ഡൗൺലോഡ് ആയി കിടക്കുന്നത്. അപ്പം അടുത്തൊരു കമാൻഡ് ഞാൻ പറഞ്ഞുതരാം. സോ ജസ്റ്റ് നിങ്ങളതൊന്ന് കോപ്പി ചെയ്ത് വെക്കുക. ഇത് ലിനക്സിലും സപ്പോർട്ടാവും, അതുപോലെ പാരറ്റോയ്സിലും പിന്നെ ടെർമെക്സിലും നെറ്റ് അണ്ടർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും ഇത് സപ്പോർട്ടാവും. ഓക്കെ, ജസ്റ്റ് ക്ലിയർ ചെയ്യുക. സോ ഇത് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. സോ അതിനുള്ള കമാൻഡാണ് ജസ്റ്റ് sudo apt install openvpn. ഓക്കെ, അതായത് നമ്മൾ openvpn എന്ന് പറഞ്ഞ ഒരു പാക്കേജ് നമ്മൾ ഡൗൺലോഡ് ആക്കണം. ഓക്കെ, സോ sudo apt install openvpn -y. ഓക്കെ, ജസ്റ്റ് എൻ്റർ ചെയ്യുക. പാസ്വേഡ് എന്താണോ ജസ്റ്റ് പാസ്വേഡ് എൻ്റർ ചെയ്യുക. ഓക്കെ, ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. സോ ഇവിടെ ഓപ്പൺവിപിഎന്റെ ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഡയറക്ടറിയിലേക്ക് പോവുക. ഓക്കെ, നമുക്ക് ഇനി VPN ആക്സസ് ചെയ്യണം. അപ്പം അതിനുള്ള കമാൻഡാണ് sudo openvpn. എന്താണോ നമ്മുടെ ആ യൂസർ നെയിം, സോ ജസ്റ്റ് ഞാൻ ഇവിടെ കോപ്പി ചെയ്തിരുന്നല്ലോ, ആ കോപ്പി ചെയ്ത് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യാം. സോ ഇതാണ് അതിനുള്ള കമാൻഡ്. എന്താണോ നമ്മുടെ യൂസർ നെയിം, അതായത് sudo openvpn.ovpn. ഓക്കെ, ഞാൻ ഇവിടെ എൻ്റർ ചെയ്യുമ്പം ഇവിടെ കണക്റ്റിംഗ് കാണിക്കുന്നുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യാം, വെരിഫിക്കേഷൻ ഓക്കെ ആയിട്ടുണ്ട്. സോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിവിടെ കാണാം ഇൻസ്റ്റലേഷൻ സീക്വൻസ് കംപ്ലീറ്റഡ്. ഓക്കെ, ഇവിടെ സക്സസ്ഫുള്ളി കണക്റ്റഡ് ആയിട്ടുണ്ട്. സോ ഈ ഒരു ടെർമിനൽ നമ്മൾ ഒരിക്കലും ക്ലോസ് ചെയ്യരുത്, ജസ്റ്റ് മിനിമൈസ് ചെയ്ത് വെക്കുക. ഓക്കെ, കാരണം ഈ മിനിമൈസ് ചെയ്താലാണ് നമുക്ക് ഇവിടെ ഇതിന്റെ IP അഡ്രസ്, ഇതിന്റെ സെർവർ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എന്നാലാണ് നമുക്ക് ഇവിടെ അറ്റാക്കും കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തുള്ളൂ. ജസ്റ്റ് ഇനി വേറൊരു ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മൾ അതായത് മെറ്റസ്പോൾട്ടർ ഫ്രെയിംവർക്കിൽ നമ്മൾ IPയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമ്മുടെ വിക്ടിമിന്റെ IP വേണം, പിന്നെ നമ്മുടെ IP വേണം. അപ്പം നമ്മൾ ട്രൈഹാക്മി പോലത്തെ ബോക്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ VPN കണക്ട് ചെയ്യുമ്പോൾ ട്രൈഹാക്മി VPNലെ എന്താണ് IP വേണം നമ്മൾ സെലക്ട് ചെയ്യാം. ഇപ്പം എൽ ഹോസ്റ്റ് ആയിട്ട്. ഓക്കെ, നമ്മളിപ്പം സെർവർ ഹാക്ക് ചെയ്യാൻ നേരത്ത് നമ്മൾ ഇപ്പം മെറ്റസ്പോൾട്ടർ ഫ്രെയിംവർക്ക് വെച്ചിട്ട് പേലോഡ് സെർവർ കൂടെ അറ്റാക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് എൽ ഹോസ്റ്റും വേണം, ആർ ഹോസ്റ്റും വേണം. ആർ ഹോസ്റ്റ് വിക്ടിമിന്റെ IP, എൽ ഹോസ്റ്റ് നമ്മുടെ IP. സോ നമ്മൾ സെൽഫായിട്ടുള്ള നമ്മുടെ IP എടുക്കരുത്. നമ്മൾ ട്രൈഹാക്മിന്റെ VPN വെച്ച് കണക്ട് ചെയ്തേക്കുന്ന IP ഏതാണോ ആ IP വേണം നമ്മൾ യൂസ് ചെയ്യാം. സോ അതിന് IF കോൺഫിഗർ ഉപയോഗിക്കാം, അതുപോലെ തന്നെ പാരറ്റോയ്സ് ഉള്ളവർക്ക് IP ഉപയോഗിക്കാം. സോ ഇവിടെ കാണാം ടണൽ 1 ട്യൂൺ. ഓക്കെ, ടണൽ ഓക്കെ വാട്ട് എവർ ഇറ്റ് ഇസ്. ഇവിടെ 10.70.20. ഓക്കെ, ഇതാണ് എൻ്റെ വിർച്വൽ മെഷീൻ. അതായത് നമ്മുടെ ഇതിന്റെ ട്രൈഹാക്മിന്റെ IP അഡ്രസ് എന്ന് പറയുമ്പോൾ ഇതാണ്. സോ ഇതൊന്ന് ഞാൻ പിങ് ചെയ്ത് നോക്കാം. കണക്ഷൻ സക്സസ്ഫുൾ ആയോ നമുക്ക് നോക്കണം. സോ പിങ് ചെയ്ത് നോക്കാം. ഓക്കെ, സക്സസ്ഫുള്ളി പിങ് ആയിട്ടുണ്ട്, കണക്ഷൻ റിപ്ലൈ വരുന്നുണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങൾ അതൊന്ന് ഓർക്കുക. നമ്മൾ അറ്റാക്ക് ചെയ്യാൻ നേരത്ത് നമ്മുടെ ഒറിജിനൽ IP അല്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത്. എന്താണോ ഇപ്പൊ നമ്മുടെ ഒറിജിനൽ IP എന്ന് പറയുമ്പോൾ, സോ എന്റെ ഒറിജിനൽ IP എന്ന് പറയുമ്പോൾ ഇതാണ് 192.168.1.104. ഓക്കെ, ഇതാണ് എന്റെ ഒറിജിനൽ IP എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ VPN കണക്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ IP എന്താണ്, ഈ 6 നമുക്ക് ഇവിടെ കാണുന്ന ഈ IP അഡ്രസ് ആണ്. സോ ഇവിടെ ഇതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതാണ് നമ്മൾ ഇനിയിപ്പം അറ്റാക്ക് ചെയ്യുന്ന നേരം നമ്മൾ ഉപയോഗിക്കേണ്ട IP അഡ്രസ്സും കാര്യങ്ങളൊക്കെ. സോ ജസ്റ്റ് ടാബ് ഒന്ന് ക്ലോസ് ചെയ്യുക. പക്ഷേ നിങ്ങൾ എന്താണ് നമ്മുടെ അതായത് VPN കണക്ട് ചെയ്ത ടെർമിനൽ ഒരിക്കലും നിങ്ങൾ ക്ലോസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിനിമൈസ് ചെയ്ത് മാത്രം വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ മെഷീൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെ അറ്റാക്ക് ചെയ്യാന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ജസ്റ്റ് ബ്ലോഗ് ഓപ്പൺ ചെയ്യുന്നു. സോ നമുക്കും ഇനിയും നമുക്ക് വീഡിയോ കണ്ടിട്ട് ഇവിടെ വന്നിട്ട് പ്രാക്ടീസും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അത് റിയൽ ടൈം മെഷീൻസും കാര്യങ്ങളൊക്കെ ഹാക്ക് ചെയ്യുന്ന പോലെയായിരിക്കും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നമുക്കിവിടെ കാണാം. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ VPN കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കണക്ട് ചെയ്തു. സോ നമുക്കിവിടെ സ്റ്റാർട്ട് മെഷീൻ കൊടുക്കാം. സോ മെഷീൻ ഓട്ടോമാറ്റിക്കലായി ഇവിടെ സ്റ്റാർട്ട് ആവും. അപ്പോൾ നമുക്കൊരു IP അഡ്രസ് കിട്ടും. ആ IP അഡ്രസ് ആണ് നമ്മൾ ഈ ഹാക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ പോകുന്നത്. ഓക്കെ, ഇവിടെ സക്സസ്ഫുള്ളി മെഷീൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ എനിക്കിവിടെ കാണാം ടാർഗറ്റ് IP ഇത്ര സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് വിസിബിൾ ആവും. അതിനു മുമ്പ് ഇവർ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇൻ ഓർഡർ ടു ഗെറ്റ് ദ ബ്ലോഗ് ഓർ വർക്ക് ഇൻ വിത്ത് AWS you need to add machine IP blog.thm to your etc host file. സോ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു IP അഡ്രസ് കിട്ടും. ഈ IP അഡ്രസ് ഒരു വിർച്വലായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇന്ന് സെൽഫായിട്ടൊരു സെർവർ ഇല്ല. സോ നമ്മൾ സെൽഫായിട്ടൊരു നെറ്റ്വർക്ക് കണക്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കണം. അതുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞത്. അതായത് ആ ഒരു സെൽഫായിട്ട് സെർവർ കണക്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമാണ് ഇത് റിയൽ ടൈം വെബ്സൈറ്റ് ആയിട്ട് വർക്ക് ആവത്തുള്ളൂ. ചിലതിന് വേണ്ട, പക്ഷെ ചിലതിന് വേണം. സോ അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തേക്കുന്നത്. ഇവിടെ 20 സെക്കൻഡ്സ് ലെഫ്റ്റ് ഉണ്ട്, നമുക്ക് നോക്കാം. സോ ചില വെബ്സൈറ്റും കാര്യങ്ങളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെ വേണം ജസ്റ്റ് നിങ്ങൾ നോക്കുക. ഓക്കെ, സോ നമുക്കിവിടെ
9 seconds ലെഫ്റ്റ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഐ പി അഡ്രസ് കോപ്പി ചെയ്യുക, എന്നിട്ട് അതുപോലെ തന്നെ എന്താണ് നമ്മുടെ സെർവറായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇവിടെ എനിക്ക് ഐ പി അഡ്രസ് വന്നു. സോ ഇതാണ് ഐ പി അഡ്രസ്. ഇനി നമുക്ക് കിട്ടിയ എന്താണ്, നമുക്ക് ഏകദേശം നമ്മൾ ഇവിടെ എനിക്ക് എന്തോ നെറ്റ്വർക്കിന് കുഴപ്പമുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ എക്സ്പീരി ടൈം കാണാം, പക്ഷെ എനിക്ക് എക്സ്പീരി ടൈം കാണത്തില്ല. എൻ്റെ നേരത്തെ അക്കൗണ്ടിൽ കാണാം. ഇപ്പോൾ ഞാൻ സെക്കൻഡറി അക്കൗണ്ട് ഓപ്പൺ ചെയ്തതാണ്. സോ ഈ അക്കൗണ്ട് വരുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ ടൈം എക്സ്പയറി ആവുന്ന നേരത്തെ നിങ്ങളുടെ ആഡ് 1 hour കൂടെ നമുക്ക് എത്ര മണിക്കൂറുകളിൽ യൂസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഈ നമുക്കൊരു ഐ പി അഡ്രസ് കിട്ടി. ജസ്റ്റ് ഐ പി അഡ്രസ് ഒന്ന് കോപ്പി ചെയ്യുക, പിങ് ചെയ്ത് നോക്കാം. നമുക്ക് കണക്ഷൻ ഓക്കെ ആണോ നമുക്ക് പിങ് ചെയ്ത് നോക്കാം. ഓക്കെ, പിങ്ങിന്റെ റെസ്പോൺസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ പിങ്ങിന്റെ ഒരു റെസ്പോൺസും കാര്യങ്ങളും വരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സെൽഫായിട്ട് ഒരു സെർവർ ഹോസ്റ്റ് ചെയ്യണം, എന്നാലാണ് കാര്യമുള്ളൂ. സോ ഇവിടെ പിങ്ങിന്റെ റെസ്പോൺസും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്താണ് സെൽഫായിട്ടൊരു സെർവർ ഹോസ്റ്റ് ചെയ്യണം. എന്തൊക്കെ ഓക്കെ, അപ്പം നമുക്ക് സെൽഫായിട്ട് സെർവർ ഹോസ്റ്റ് ചെയ്തിട്ട് പിങ്ങും കാര്യങ്ങളും ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ അതിനുള്ള കമാൻഡാണ് സുഡോ നാനോ /etc/hosts. എന്താണോ പാസ്വേഡ്. സോ ഇതാണ് കമാൻഡ് സുഡോ നാനോ etc/host. ഓക്കെ, ഇവിടെ ഞാൻ ഓൾറെഡി പല കാര്യങ്ങളും ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞാൻ കാണിച്ചു തരാം. ഇവിടെ block.th. സോ ഞാൻ ഇതിനു മുമ്പ് ട്രൈ ചെയ്ത് അറ്റാക്ക് ചെയ്ത് ഇതും കൊണ്ടായിരുന്നു. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് കിട്ടിയ ഐ പി അഡ്രസ് എന്താണോ ജസ്റ്റ് ഐ പി അഡ്രസ് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇതിന്റെ അവസാനം ചേർക്കേണ്ടത് blog.th. ഓക്കെ, blog.th. ജസ്റ്റ് Ctrl+X then Y then enter. ഓക്കെ, ഇവിടെ സേവ്ഡ് ആയിട്ടുണ്ട്. സോ നമുക്ക് ഇനി ഒന്ന് പിങ് ചെയ്ത് നോക്കാം. നമ്മുടെ കണക്ഷൻ കാര്യം നമുക്ക് ഇനി ഒന്ന് പിങ് ചെയ്ത് നോക്കാം, എങ്ങനെ വരും എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഹോസ്റ്റ് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് ഇത്ര ഒരു മിനിമം ഒരു 1 to 5 minutes ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം വെബ്സൈറ്റും കാര്യങ്ങളൊന്ന് ഹോസ്റ്റ് ചെയ്ത് ബൂട്ടായിട്ട് വരാൻ മേ ബി ടൈം എടുക്കും. ജസ്റ്റ് ഒന്ന് എന്താണ് ഒന്ന് വെയിറ്റ് ചെയ്യുക. സോ ഈ ഐ പി അഡ്രസ്സിൽ നമുക്ക് ഇപ്പം മെഷീൻ വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഐ പി അഡ്രസ് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം. ഇത് നമ്മൾ സെൽഫായിട്ട് ഹോസ്റ്റ് ചെയ്യുന്ന സെർവർ ആയതുകൊണ്ട് മേ ബി സംടൈംസ് ടൈം എടുക്കും. ഓക്കെ, ഒരു 2-3-5 minutes എന്തായാലും സെർവറും കാര്യങ്ങളും ഹോസ്റ്റ് ചെയ്തെടുക്കാൻ നല്ലപോലെ ടൈം എടുക്കും. സോ അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ലോഡിങ് ആവുന്നു. ഓക്കെ, ഇവിടെ എനിക്ക് സക്സസ്ഫുള്ളി പിങ് കണക്ഷൻ ആയിട്ടുണ്ട്. അപ്പം സെർവർ സ്റ്റാർട്ടിങ് ആണ്, എനിക്കിവിടെ പിങ് കിട്ടുന്നുണ്ട്. ഓക്കെ, Ctrl+C അടിക്കുന്നു, ക്ലിയർ ചെയ്യാം. സോ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത് ജസ്റ്റ് നിങ്ങൾ ഒരിക്കലും നമ്മളെ VPN കണക്ട് ചെയ്തേക്കുന്ന ഈ ടെർമിനൽ ക്ലോസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, എനിക്കിവിടെ സക്സസ്ഫുള്ളി ബ്ലോഗ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് വേർഡ്പ്രസിന്റെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് കാണാൻ പറ്റും, ഒരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇത് ഇങ്ങനെയാണ് അതായത് ട്രൈ ഹാക്ക് മീ ഉപയോഗിച്ചിട്ട് നമുക്ക് അറ്റാക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കാൻ പറ്റുന്നത്. ഇപ്പം ഇൻ കേസ് നമ്മൾ പുതിയൊരു ടെർമിനൽ ഓപ്പൺ ചെയ്യുവാണ്. ഓക്കെ, സൂമിങ് കൊടുത്ത് nmap സ്റ്റാർട്ട് ചെയ്യണം. nmap -s _v. ഓക്കെ, ജസ്റ്റ് IP എന്താണോ പേസ്റ്റ് ചെയ്യുക. ഇവിടെ nmap സ്റ്റാർട്ട് ആവുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഞാൻ ഇതുവരെയായിട്ടുള്ള കവർ ചെയ്ത ടോപ്പിക്കും വേർഡ്പ്രസിന്റെ ആണല്ലോ. ഇതാണ് വേർഡ്പ്രസിന്റെ വെബ്സൈറ്റ്. ഓക്കെ, നിങ്ങൾക്ക് വേർഡ്പ്രസിന്റെ ആണെങ്കിലും എന്താണല്ലോ മെറ്റാസ്പോൾട്ട് നമ്മൾ Windows 7 ഹാക്ക് ചെയ്തു, അതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ കൂടെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, കംപ്ലീറ്റ്ലി സേഫ് ആണ്. നമുക്ക് എത്ര വേണം ഹാക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇവിടെ ആരെയും നമ്മൾ എന്താണ് ഹാം ചെയ്യാനോ ഒന്നും വരുന്നില്ല. സോ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇഷ്ടംപോലെ നമുക്ക് ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ്. ഓക്കെ, റിയൽ വേൾഡ് വെബ്സൈറ്റും സെർവറും എങ്ങനെ ഏത് സെക്യൂരിറ്റി വർക്ക് ചെയ്യുന്നോ അതേ സെക്യൂരിറ്റി ലെവലിൽ നമുക്കിവിടെ പ്രാക്ടീസും കാര്യം ചെയ്യാൻ പറ്റും. സോ അത്ര ഹെൽപ്ഫുൾ ആണ്. സോ ഞാനൊക്കെ എൻ്റെ സ്കിൽസും കാര്യങ്ങളൊക്കെ മാക്സിമം ഡെവലപ്പ് ചെയ്തെടുത്ത ഇതിൽ കൂടെ തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ആൻസേഴ്സിൽ ഇവിടെ കിട്ടുന്ന എന്താണ്, ഓക്കെ, ഇവിടെ നമുക്കൊരു ഇത് കാണാം. ഇതിൽ ആൻസർ ചെയ്യണം നിർബന്ധം കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, നമുക്കിവിടെ ആൻസർ ചെയ്യുന്ന നിർബന്ധം ജസ്റ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, നമ്മൾ മിഷൻ എക്സ്പ്ലോർ ചെയ്യുക, അതിന്റെ കാര്യത്തിലേക്ക് നമ്മൾ ചെല്ലുക, കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നമുക്കൊരു ഓപ്പൺ പോർട്ട് ഉണ്ട്, SSH ആണ് സർവീസ്, അതുപോലെയൊക്കെ. പക്ഷെ എന്താണ് നമ്മുടെ ഞാൻ വേർഡ്പ്രസ് ഹാക്ക് ചെയ്യാൻ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, വേർഡ്പ്രസ് ഹാക്ക് ചെയ്യുന്നൊക്കെ നമുക്ക് WP സ്കാൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. സോ ആ വീഡിയോ നിങ്ങൾ എന്തായാലും പോയി വായിച്ചു, എന്നിട്ട് ഈ ബ്ലോഗിലേക്ക് വന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക, ജസ്റ്റ് ഹാക്ക് ചെയ്ത് നോക്കുക. സോ root.txt ഇത് നമുക്കൊരു ഫ്ലാഗ് കിട്ടും. ആ ഫ്ലാഗ് നമ്മളിവിടെ സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ നമുക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ
ലെവൽ കാണിക്കും. ഓക്കെ, ഇങ്ങനെ ലെവൽ നമുക്ക് ഇൻക്രീസ് ചെയ്ത് തരും. സോ അതിനേക്കാളും കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെൽഫായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് എന്നാണ്. സോ എല്ലാവരും ഒരു 0 എന്നാരും തുടങ്ങുന്നത്, പിന്നീടായിരിക്കും അതിലേക്ക് ഒരു മാസ്റ്ററായി പോകുന്നത്. ഇൻ കേസ് ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്ന ഞാനും ഒരു 0 തന്നെയായിരുന്നു ഫസ്റ്റില്. ഓക്കെ, എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്ന അതിന് പ്രാക്ടീസും കാര്യങ്ങളുമാണ്. ഓക്കെ, അതാണ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ആരും ഇല്ലാത്ത പൈസ മുടക്കി ഹാക്കിംഗ് കോഴ്സൊന്നും പഠിക്കാൻ പോകുന്നവരാണെങ്കിൽ സോ ജസ്റ്റ് ഇതൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നെറ്റ്വർക്കിങ്ങും ഹാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് പഠിപ്പിച്ചു തരും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് ഞാൻ ഗൈഡ് ചെയ്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് സ്കില്ല്, നമ്മുടെ ഏറ്റവും സ്കിൽസ്, നമുക്ക് ഒരു സൈബർ സെക്യൂരിറ്റി ആൾക്കാരുടെ സ്കില്ലാണ്, ആ സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഞാൻ പറയുന്നത്. ജസ്റ്റ് നിങ്ങൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും വന്നിട്ട് കണ്ടിട്ട് ഇവിടെ ട്രൈ ചെയ്യുക. സോ നമ്മൾ ഇനി വരുന്ന വീഡിയോസൊക്കെ നമ്മൾ നെറ്റ്വർക്കിംഗ് കൂടെ കഴിയുമ്പോൾ പക്ക ഇതിൽ തന്നെ നമ്മൾ ഓരോ മെഷീൻസ് റൺ ചെയ്തിട്ട് എങ്ങനെ അത് വെച്ച് ഹാക്ക് ചെയ്യാം, ഓക്കെ, അതിന്റെ പ്രോസസ്സും കാര്യങ്ങൾ എങ്ങനെ ഞാൻ വീഡിയോയിൽ ഇട്ട് തരും. സോ നിങ്ങൾ ആദ്യം ഇവിടെ വന്നിട്ട് പ്രാക്ടീസും കാര്യങ്ങളും ചെയ്യാം. ഇതല്ലാണ്ട് മറ്റൊരു വെബ്സൈറ്റും കൂടി ഉണ്ട്, നമുക്ക് നോക്കാം. ഹാക്ക് ദ ബോക്സ് എന്ന് പറയുന്ന വെബ്സൈറ്റും കൂടെ ഉണ്ട്. സോ അതും ഏകദേശം അത്യാവശ്യം നല്ല അടിപൊളി വെബ്സൈറ്റും കാര്യങ്ങളാണ്. ഇവിടെ നമുക്ക് സൈബർ സെക്യൂരിറ്റി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. സോ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെയും കിട്ടും. പിന്നെ അങ്ങനെ പല മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇപ്പോൾ വെബ്സൈറ്റ് തന്നെ ഹാക്ക് ചെയ്ത് പഠിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കുറേ ഇതുണ്ട്. സോ അതിലേക്കൊക്കെ നമുക്ക് ഓരോന്നായി നമുക്ക് വരാം. സോ ഇങ്ങനെയാണ് ഇതിന്റെ ബേസിക് ഇൻസ്റ്റാളേഷനും കാര്യങ്ങളെന്ന് പറയുന്നത്. സോ ഞാൻ കുറച്ചും കൂടെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ട്രൈ ഹാക്ക് മീ ആണ്. ബിഗിനർ ഫ്രണ്ട്ലി ആണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഹാക്ക് ദ ബോക്സും അത്യാവശ്യം നല്ല അഡ്വാൻസ് രീതിയിലുള്ളതാണ്. ഓക്കെ, ഇനിയിപ്പം ഞാൻ വീഡിയോസിൽ ഞാൻ ഓർക്കുന്നത് ചിലവർ ചോദിക്കുന്നുണ്ട് ഈ ടൂൾസും കാര്യങ്ങളും എങ്ങനെ ബിൽഡ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തുടങ്ങിയുള്ള വീഡിയോസിൽ ഞാൻ ചെറിയൊരു ബിറ്റായിട്ട് ചെറിയൊരു രീതിയിലുള്ള നിങ്ങൾക്ക് പെട്ടെന്ന് കൺസ്യൂം എടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയ ബിറ്റായിട്ട് പൈത്തണിന്റെ കോഡിങ്ങും ഇൻട്രൊഡക്ഷൻ ടു പൈത്തൺ എല്ലാം സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ ഇന്നത്തെ ക്ലാസ് എത്തിക്കൽ ഹാക്കിംഗ് ആണെങ്കിൽ നാളത്തെ ക്ലാസ് എന്ന് പറയുമ്പോൾ പൈത്തൺ ഇൻട്രൊഡക്ഷൻ, ഓക്കെ, അങ്ങനെ അപ്പം പൈത്തൺ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് ചിലപ്പോൾ അടുത്തൊരു എത്തിക്കൽ ഹാക്കിംഗ് ക്ലാസ് ആണെങ്കിൽ ഓക്കെ അതിന്റെ അടുത്ത ദിവസം എന്താണ് പൈത്തണിന്റെ പ്രിന്റ് ലൂപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ ജസ്റ്റ് ബേസിക് തൊട്ട് പഠിപ്പിച്ചു തുടങ്ങിയാലൊന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും എൻ്റെ ഒപ്പം വരാം. നിങ്ങൾക്കും ടൂൾസും പൈത്തണൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ട് വരും. ഓക്കെ, അപ്പം നിങ്ങൾക്കും ജസ്റ്റ് ഒരു അഡ്വാൻസ് രീതിയിലുള്ള ഹാക്കറായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. സോ ഞാനത് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ജസ്റ്റ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഇൻസ്റ്റാളേഷനും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ജോയിൻ ചെയ്തിട്ട് എനിക്ക് ഡൗട്ടും കാര്യം ഉണ്ടെങ്കിൽ ജനറൽ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ഒന്ന് മെസ്സേജ് അയക്കുക. സോ ചിലപ്പോൾ തിരക്കുകൊണ്ട് എനിക്ക് ഞാൻ മെസ്സേജ് കണ്ടെന്ന് വരത്തില്ല. മാക്സിമം ഞാൻ പറ്റുന്ന രീതി അത്ര ഞാൻ റിപ്ലൈ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെയാണ് നമ്മൾ ഇതുവരെയായിട്ട് കവർ ചെയ്ത വീഡിയോസ് എല്ലാം നിങ്ങളൊന്ന് പ്രാക്ടിക്കൽ ചെയ്യുക. ഓക്കെ, ഇപ്പം സെർവർ ഹാക്ക് ചെയ്യുന്നതാണെങ്കിലും അതുപോലെ തന്നെ ഈ വേഡ് പ്രസ് ഹാക്ക് ചെയ്യുന്നതാണെന്നും ജസ്റ്റ് നിങ്ങൾ ഇതെല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനിയും നാളെ ഒരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ.